ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അളവെടുത്തിട്ട് എങ്ങനെ സ്ട്രെയിറ്റ് പാൻറ്റ് നമുക്ക് തയ്ക്കാൻ നോക്കാം. അപ്പം നമ്മൾ എവിടെ നിന്നാണോ ഇടുന്നത് അവിടെ തൊട്ട് താഴെ വരെയുള്ള ലെങ്ത് എടുക്കുക. ഓക്കെ, ആദ്യം ആ ലെങ്ത് എടുക്കുക, കറക്റ്റ് ലെങ്ത്ത്. അതിനുശേഷം നമുക്ക് എവിടെയാണോ പാൻറ്റ് ഇടുന്നത് അതിൻ്റെ വേസ്റ്റ് റൗണ്ട് എടുക്കുക. ലൂസും കൊടുക്കരുത്, ടൈറ്റും കൊടുക്കരുത്. ഇങ്ങനെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് വെച്ചിട്ട് വേസ്റ്റിൻ്റെ റൗണ്ട്, പാൻറ്റ് ഇടുന്ന ഭാഗത്തിൻ്റെ റൗണ്ട്, അതാണ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എവിടെ പാൻറ്റ് ഇടണോ അവിടെ തൊട്ട് എത്ര ലെങ്ത്ത് വേണോ അതുവരെയുള്ള ലെങ്ത്ത് നമുക്ക് എടുക്കാം. ഇനി നമുക്കൊരു പേപ്പറിൽ ഇതിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ലെങ്ത്ത്, ഹിപ്പ് റൗണ്ട്, മൂന്നാമത്തത് ആംഗിൾ റൗണ്ട്, താഴാമത്തെ ക്രോച്ച്. ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് നമുക്ക് ശരിക്കും വന്നിരിക്കുന്നത് 40 ഓക്കെ, 40ൻ്റെ കൂടെ 40 ലെങ്ത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിപ്പ് റൗണ്ട് 40. അപ്പോൾ അത് എഴുതി വയ്ക്കുക. ഹിപ്പ് റൗണ്ട് 40 അളന്നപ്പോൾ ലെങ്ത്ത് 40 വന്നത്. ഇനി നമുക്കിതിനൊക്കെ തയ്യൽ തുമ്പുകൾ ചേർക്കണം. അപ്പോൾ ആദ്യം ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ച് നമുക്ക് അടിമടക്കി അടിക്കാനും 2 ഇഞ്ച് എലാസ്റ്റിക്കിന് വേണ്ടി മടക്കി അടിക്കാനും. അപ്പോൾ ലെങ്ത്തിൻ്റെ കൂടെ 4 ഇഞ്ച് കൂടി ചേർക്കുമ്പോൾ 44 ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് വരിക. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായല്ലോ. ലെങ്ത്ത് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് കിട്ടുന്നോ അതിൻ്റെ കൂടെ 4 ഇഞ്ച് കണ്ണും പൂട്ടി ചേർക്കാം. ഓക്കെ, അപ്പോൾ 2 ഇഞ്ച് എന്തിനാണ് ആദ്യത്തെ 2 ഇഞ്ച് കാല് മടക്കി അടിക്കുക, പിന്നെ അടുത്ത 2 ഇഞ്ച് എലാസ്റ്റിക്കിന്. സോ ടോട്ടൽ നമുക്ക് 44 ഇഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് അരവെണ്ണമാണ്. അപ്പോൾ അരവെണ്ണം നമുക്ക് 40. ഹിപ്പ് റൗണ്ട് നമ്മൾ 40 എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും തുണി 4 മടക്കി വെച്ചിട്ടാണ് തുണി കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 40ൻ്റെ 4 എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതിലിപ്പം നമുക്ക് നോക്കിക്കാം. ആദ്യം ലെങ്ത്ത് ഇപ്പോൾ 44 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കൺഫ്യൂഷൻ തീർന്നല്ലോ. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് ഉണ്ടോ അതിൻ്റെ കൂടെ 4 ഇഞ്ച് ചേർക്കുക, അത് തീർന്നു. അടുത്തത് ഹിപ്പ് റൗണ്ട് 40നെ നമുക്ക് തുണി 4 മടക്കി വയ്ക്കുന്നുണ്ട്. 40ന് 4 ഭാഗിക്കുമ്പോൾ 10 വരും അല്ലേ. അതിൻ്റെ കൂടെ നമുക്ക് എത്ര ലൂസ് കൊടുക്കണം എന്നാണ് നമുക്ക് തയ്യൽ തുമ്പ്, ലൂസ് എല്ലാം കൂടിയിട്ട് എത്ര കൊടുക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 40നെ 4 10 കിട്ടി. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ എത്ര വരും? 40നെ 4 ഭാഗിച്ചപ്പോൾ 10 വന്നു. 10ൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കുമ്പോൾ 12.5 വരും. ഇതാണ് നമ്മളുടെ ഹിപ്പ് റൗണ്ടിൽ വരുന്നത്. അപ്പോൾ 4 മടക്കുമ്പോൾ അടിയിലത്തെ തുണികൾക്കെല്ലാം ഈ ഒരു 10 വരും. ആംഗിൾ റൗണ്ട് എന്ന് പറയുന്നത് അടുത്ത തേർഡ് വൺ എന്താണ്? ആംഗിൾ റൗണ്ട്. അത് നമുക്ക് ഈ ഒരു സ്ട്രിഗററ്റ് പാൻറ്റ്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് പാൻറ്റ്, ഇതിനൊക്കെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ്. 6 എടുക്കാം, 7 എടുക്കാം. ഓക്കെ, അത് നമുക്ക് ഒരുപാട് വണ്ണുള്ള കാലാണെങ്കിൽ നമുക്ക് 7 എടുക്കാം, അല്ലെങ്കിൽ 6 എടുക്കാം. നല്ലവണ്ണം മെലിഞ്ഞാണെങ്കിൽ ഒരു 5.5, 5 വെച്ചിട്ടൊക്കെ എടുക്കാം. അത് ശ്രദ്ധിക്കണം, കാല് കയറുമോ എന്നുള്ളത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആംഗിൾ റൗണ്ട് നമുക്ക് എത്ര എടുക്കാം? അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബാക്കിയുള്ള കണക്കുകളെല്ലാം മനസ്സിലായി. അപ്പോൾ ആംഗിൾ റൗണ്ട് 7. എൻ്റെ കാലിന് വണ്ണുള്ളതുകൊണ്ട് ഞാൻ 7 എടുത്തു. ബാക്കിയുള്ള മാർക്കിങ്സ് എല്ലാം മനസ്സിലായല്ലോ. ഇനി ക്രോച്ച് ഏരിയ പറയണത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ വേസ്റ്റ് എടുത്തത് അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി ചേർത്താൽ മതി. അപ്പോൾ 12.5 നമുക്ക് വേസ്റ്റ് റൗണ്ട് വന്നത് അല്ലേ. വേസ്റ്റ് റൗണ്ട് നമ്മൾ 40നെ 10 ആക്കുമ്പോൾ 4 ആക്കുമ്പോൾ 10 വന്നു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൊടുത്തു. അപ്പോൾ 12 വന്നു. 12ൻ്റെ കൂടെ നമുക്ക് 2 ഇഞ്ചും കൂടി ചേർന്ന് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 14 ആണ് ക്രോച്ച് ഏരിയ. എത്രയാണോ വേസ്റ്റ് അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി ചേർക്കുമ്പോൾ നമുക്ക് ക്രോച്ച് കിട്ടും. എന്നിട്ട് നമ്മളിത് ഒരു പിക്ചർ വരച്ച ശേഷം ലെങ്ത്ത് 44 വന്നു. രണ്ടാമത്തത് 12.5 നമ്മളുടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത് ആംഗിൾ റൗണ്ടാണ്, 7 മാർക്ക് ചെയ്തിട്ടുണ്ട്. നാലാമത്തത് ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യുന്നതോടെ 14 മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അതിങ്ങനെ എടുക്കണം. ക്രോച്ച് കണ്ടോ, ഇങ്ങനെ 2 ഇഞ്ച് എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു കർവ് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതങ്ങോട്ട് യോജിപ്പിക്കണം. അതായത് ക്രോച്ച് ഏരിയയുടെ എൻഡ് വശത്തു നിന്നും കണ്ടോളൂ എങ്ങനെയാണ് ചെയ്യുകയെന്ന് പറഞ്ഞുതരാം. അവിടെ 2 ഇഞ്ച് ക്രോച്ചാണ് നമ്മൾ. വണ്ണം ഒരുപാടുണ്ട്, നമുക്ക് ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ആ ഭാഗത്ത് കീറിപ്പോകുന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് വെച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 ഇഞ്ച് ഞാൻ കൊടുത്തിട്ട് കുട്ടികൾക്കാണെങ്കിൽ 1.5 കൊടുത്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ യോജിപ്പിച്ചെടുക്കാം. ഓക്കെ,
ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് കണ്ടോ ഇങ്ങനെ ചരിച്ചിട്ടാണ് ഇപ്പുറത്തും നമുക്ക് ഇത് വരിക. ഇത് കണ്ടോ ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ ആ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് ശരിക്കും പാൻറ്റിൻ്റെ 7 ഇഞ്ച് വരിക. അത് ഇനി തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് 2 മടക്കി വെച്ച തുണി. ഓക്കെ ഇതിപ്പോൾ കറക്റ്റ് എൻ്റെ കയ്യിൽ 2 മീറ്റർ, അതായത് ലെങ്ത്തിനനുസരിച്ച് കറക്റ്റുള്ള തുണി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 2 മടക്കിയ തുണിയെ ഞാൻ വീണ്ടും മടക്കിയെടുക്കാൻ പോകണമാണ്. കണ്ടോളൂ. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകാരമാവട്ടെ. ഓക്കെ, ഇനി നമ്മൾ പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി അപ്പോൾ പിക്ചർ വെച്ചാൽ കട്ട് ചെയ്യാൻ പോകാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് അളവെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഫുൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. ടേപ്പ് 1 ഇഞ്ച് നമ്മളെ മടക്കിൽ നിന്നും 1 ഇഞ്ച് താഴെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഫുൾ ലെങ്ത്തിൽ തന്നെയാണ് എടുത്തത്. ഈ ഫുൾ ലെങ്ത്തും കറക്റ്റായിട്ട് എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, 44 ഇഞ്ച് കറക്റ്റാണ്. ഇനി മേൽവശത്തും നമുക്ക് അതിൻ്റെ ഹിപ്പ് റൗണ്ട് എത്രയാണ്? 12.5 വന്നതിൻ്റെ ഹിപ്പ് റൗണ്ട് 12.5 അത് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. എവിടെ നിന്നാണോ വേസ്റ്റ് ലെങ്ത്ത് നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ വണ്ണം 12.5 നമ്മൾ മാർക്ക് ചെയ്തു. ലെങ്ത്ത് ഇത് ഫുൾ ലെങ്ത്തും എനിക്ക് കറക്റ്റാണ്, അതുകൊണ്ടാണ് ഞാനത് മാർക്ക് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഹിപ്പിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത ശേഷം ഹിപ്പിൻ്റെ റൗണ്ടിൽ നിന്ന് താഴത്തോട്ട് ക്രോച്ച് ഏരിയ 14. ക്രോച്ച് ഏരിയ എങ്ങനെ കണക്കൂട്ടെന്ന് അറിയാമല്ലോ. നമുക്ക് എത്രയാണോ ഹിപ്പിൻ്റെ റൗണ്ട് വന്ന് അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ ചേർക്കണം. അപ്പം നമുക്ക് ക്രോച്ച് ഏരിയ 14 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഹിപ്പ് എവിടെ അവസാനിച്ചോ അവിടെ നിന്നും താഴോട്ട് ക്രോച്ച് ഏരിയ 14 മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ച് ഇതാക്കാം. അതിനുശേഷം ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പുറത്തോട്ട് ഒരു 2 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ട് ഒരു കർവ് പോലെ എടുക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോൾ ടൈറ്റ് വരാതിരിക്കാനായിട്ട് ഇങ്ങനെ 2 ഇഞ്ച് ചുമ്മാ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആം ഹോളൊക്കെ ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യില്ല, അതുപോലെ ജസ്റ്റ് ചുമ്മാ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇത് സ്ട്രെയിറ്റ് പാൻ്റാണ്, അളവെടുത്തിട്ടാണ് കാണിക്കുന്നത്. ഇത്ര സിമ്പിളായിട്ട് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ്, വെറും 3-4 മിനിറ്റിൽ തീർക്കേണ്ട വീഡിയോ ആണ് 10 മിനിറ്റ് ലെങ്ത് എടുത്തിരിക്കാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കുക, നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് അതിനുശേഷം ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ക്രോച്ച് ഏരിയ എൻഡ് വശത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ടേപ്പ് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് പകുതി എവിടെയാണോ അവിടെ നടുക്കൊരു മാർക്ക് കൊടുക്കാം. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ നമുക്ക് കറക്റ്റ് കാലിൻ്റെ സെൻറ്റർ നമുക്ക് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തില്ലേ, ശേഷം ഇങ്ങനെ സ്കെയിൽ താഴോട്ട് വെച്ച ശേഷം ഡോട്ടായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഫുൾ നമുക്ക് വേണമെങ്കിൽ വല്ല ലൈൻ കൊടുക്കാം, പക്ഷേ ഇതിപ്പോൾ ഈ ഒരു മെറ്റീരിയലാകുമ്പോൾ തെളിഞ്ഞ് വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ജസ്റ്റ് താഴോട്ടേക്ക് വര പോലെ ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡോട്ട് പോലെ എടുത്തിട്ട് എവിടെയാണ് നമുക്ക് വരുന്നത് അവിടെ നമുക്കൊരു വലിയൊരു ലൈൻ കൊടുക്കാം. ലെങ്ത്തിൻ്റെ അവിടെ വലിയൊരു ലൈൻ കൊടുക്കാം ഫസ്റ്റ്. അതായത് നമ്മുടെ എൻഡിങ്, അതായത് എവിടം വരെയാണോ ഉള്ളത് ആ ഭാഗത്ത് നമുക്ക് ഫുൾ ലെങ്ത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത ശേഷം ഈ ഡോട്ട് പോലത്തെ ലൈൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആംഗിൾ റൗണ്ട് എത്രയാണ് പറഞ്ഞത്? 7 അപ്പോൾ 7 നമുക്ക് ശ്രദ്ധിച്ചോളൂ, ഈ വരച്ച ലൈനിൽ നിന്നും 3.5 അപ്പുറത്തേക്കും 3.5 ഇപ്പുറത്തേക്കും, മൊത്തം 7 ആയതുകൊണ്ട് പകുതി അപ്പുറത്തേക്കും പകുതി ഇപ്പുറത്തേക്കും. ഇപ്പം നിങ്ങൾക്ക് 6 ആണെങ്കിൽ 3 ഇഞ്ച് ഇപ്പുറത്തേക്കും 3 ഇഞ്ച് ഇപ്പുറത്തും. ഇതിലിപ്പോൾ ഞാൻ ഈ നടുക്ക് വരയിൽ നിന്നും 3.5 അപ്പുറത്തേക്കും 3.5 ഇപ്പുറത്തേക്കുമാണ് എടുക്കുന്നത്. ഓക്കെ, ഇത് കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇനി നമുക്ക് ക്രോച്ചേരിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ലൈന് ഇങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു ലൈൻ, സ്മോളായിട്ടൊരു ലൈൻ ഇതിങ്ങനെ കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഒരു ലൈൻ കൊടുത്ത് വെക്കാം. ഇനി കണ്ടോളൂ, ഇനി ഈ ഭാഗത്തുനിന്ന് നമ്മുടെ ആ കാലിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മളിങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം മറ്റേ സൈഡ് നമ്മൾ പെലസോ പാൻ്റ് അല്ലാതെ ഇത് സ്ട്രെയിറ്റ് പാൻ്റാണ്. അപ്പോൾ അതേ ഈ ക്രോച്ചേരിയുടെ ആ ഇതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം നമുക്ക് ഈ ഭാഗത്തും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഇവിടെ നമുക്കിവിടെ ഓപ്പൺ വരണം, 4 പീസായിട്ട് നമുക്ക് ഈ തുണി കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ പോവാണ് ഫുള്ളായിട്ട്. കണ്ടോളൂ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് സ്ട്രെയിറ്റ് പാൻറ്റ് ഇനി തയ്ക്കാൻ ആരും അറിയില്ല എന്ന് പറയരുത്. വളരെ സിമ്പിളായിട്ട് സ്ട്രെയിറ്റ് പാൻറ്റ് നമുക്ക് തയ്ക്കാം കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് കൂടി നമ്മൾ ചെയ്ത് വരുന്നുണ്ട്. ഇതുണ്ടല്ലോ, ഇങ്ങനെ വന്നു. അതിന് ശേഷം എന്ത് ചെയ്യാം, ഇങ്ങനെ വന്നിട്ട് കണ്ടോ. അപ്പോൾ 4 ലെയറായിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഡൗട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നല്ല ഷേപ്പിൽ സ്ട്രെയിറ്റ് പാൻറ്റ് നിങ്ങൾക്കും ഇനി ഇട്ട് നടക്കാം.